ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ഖത്തറിലുള്ള വീട്ടിലുള്ള ഡ്രസ്സിങ് ടേബിളിൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു ഡീക്ലട്ടറിങ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിന് മെയിനായിട്ട് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. ഓൾറെഡി ഞാൻ സാധനങ്ങളെല്ലാം കുത്തിത്തിരികെ തന്നെ വെച്ചെങ്കിൽ തോന്നുന്നു. ഓൾറെഡി ഇതിനകത്ത് വെച്ചിട്ടൊരു ഒരു വർഷത്തോളമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ഇങ്ങനെ കുത്തി നിറച്ച് വലിച്ചു വാരിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ഡ്രോയറിൽ നിന്ന് ഞാൻ എല്ലാ ട്രേയിൽ നിന്നും അതിനകത്തുള്ള സാധനങ്ങളും ട്രേയും കാര്യങ്ങളും എല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൊടി കൊട്ടലൊന്നും ഉടക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രേയിൽ മുഴുവൻ എൻ്റെ ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഹെയർ ബോസ്, ഹെയർ ബാൻഡ്സ്, പിന്നെ ഹെയർ പഫ്, ഹെയർ ക്ലിപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ഞാൻ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ട്രേ മൊത്തം ഞാൻ എല്ലാം എടുത്ത് മാറ്റി ഒന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളും പിന്നെ കളറുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. ഈ ഒരു ഹെയർ ബാൻഡൊക്കെ എനിക്ക് തോന്നുന്നു മാക്സിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഒരെണ്ണം കണ്ട് ഒരു 2 പ്രാവശ്യം കണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇടാത്തതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ഹെയർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രേ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം ആവശ്യമില്ലാതൊക്കെ എടുത്ത് കളയുകയും ചെയ്തു. വെക്കേണ്ട സാധനങ്ങളെല്ലാം വെച്ചു. പിന്നെ ഈ ഒരു ബോക്സ് ഇവിടെ വെക്കുന്നത് ഒരു ചെറിയ ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ സേഫ്റ്റി പിന്നും കാര്യങ്ങളും ചെറിയ ക്ലിപ്സും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ബോക്സ് കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഒന്നും പെട്ടെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളായതിൻ്റെ അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ട്രേ വന്നിട്ട് എൻ്റെ ഫേസ് മേക്കപ്പാണ്. അപ്പം ഞാൻ അതെല്ലാം ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ആ ട്രേ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ ഐ ഷാഡോ പാലറ്റ് വയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജെൽ ഐലൈനർ ഉണ്ടായിരുന്നു, കളർ എസൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ജെൽ ഐലൈനറും 2 ഷെയ്ഡുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ബ്രഷും ഉണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനെ അത് യൂസ് ചെയ്യില്ല. എന്തെങ്കിലും നല്ല ഫങ്ഷനും എല്ലാം പോകും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കൺസീലർ വെക്കുന്നുണ്ട്, കളർ എസൻസിൻ്റെ തന്നെ. പിന്നെ കാജൽ വെച്ച് കൊടുക്കുന്നുണ്ട്, എലൈറ്റീൻ്റെ. പിന്നെ മെബിലിൻ്റെ തന്നെ മസ്കാറാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിലുണ്ട്, അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ, ഒന്ന് വാഷൊന്നും ചെയ്തിട്ടില്ല, തൽക്കാലം എനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഐലൈനേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേവറേറ്റ് ഐബ്രോ പാലറ്റാണ് വെച്ച് ആൻഡ് വൈൽഡിൻ്റെ, അതുകൂടെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രെയിൽ വന്നിട്ട് ഞാൻ എൻ്റെ വാച്ചും അതുപോലെ തന്നെ 1-2 പൊട്ട് കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ വാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ ട്രേ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ട്രേയിൽ തന്നെ ഞാൻ ലിപ് ക്രയോൺസിൻ്റെയും ലിപ് ലൈനേഴ്സിൻ്റെയും കാജലിൻ്റെയൊക്കെ ഷാർപ്നേഴ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രേ കംപ്ലീറ്റ് ആയിട്ടോ.
അടുത്ത ട്രേ വന്നിട്ട് എൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാനെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഫസ്റ്റ് എൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെക്കാണ്. ഇതിപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ ഇരിക്കുന്നതെല്ലാം. കുറച്ചൊക്കെ ന്യൂഡ് ഷെയ്ഡ്സ് ആണ്, എല്ലാം കൂടുതലും ന്യൂഡ് ഷെയ്ഡാണ് ഇരിക്കുന്നത്. ഇനി ഇത് മിസ് റോസിൻ്റെ കളർ എസൻസിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ ഇതൊക്കെ എൻവൈബൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് മെബിലിൻ്റെ ആണ്, ഒരു റോസ്റ്റഡ് റെഡ് കളറ്. അതുപോലെ തന്നെ ഇത് മെബിലിൻ്റെ തന്നെയാണ്, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിസ് റോസിൻ്റെ ഒരു ഷെയ്ഡാണ്, ഒരു പീച്ച് കളർ ഷെയ്ഡാണത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്, മിസ് ക്ലെയറിൻ്റെ ഷെയ്ഡ് നമ്പർ 42. ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാ ബോട്ടിൽ ലിപ്സ്റ്റിക്കും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് 2 ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ലിപ് ക്രയോൺസ് ആണ്, ബെല്ലാവോസയുടെയും എൻവൈബയുടെയും ലിപ് ക്രയോൺസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ട്രേ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ട്രേ ആയിട്ട് ഞാൻ ആ ഡ്രോയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൗഡർ ബ്രഷ് ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ എൻ്റെ നെയിൽ കട്ടറും നെയിൽ ഷേപ്പറും അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ആകപ്പാടുള്ള 2 വളകളാണിത്. എൻ്റെ കയ്യിൽ കുപ്പികളുണ്ട്, ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ മെറ്റലിൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, അപ്പോൾ അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മെഹന്തിൻ്റെ പാക്കറ്റ് ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേ കംപ്ലീറ്റ് ആയി. അടുത്ത ഡ്രോയറിൽ വന്നിട്ട് എൻ്റെ ഇയറിങ്സ് മാത്രമേ ഉള്ളൂ. ഇയറിങ്സും നോസ്പിന്നിൻ്റെയും കളക്ഷനാണ്. പിന്നെ ഈ ഇയറിങ്സ് ഇപ്പം തന്നെ പറയാമല്ലോ, ഞാൻ ഈ ഇയറിങ്സ് ഒന്നും ഇന്നോ ഇന്നലെ വാങ്ങിച്ചൊന്നുമല്ല, എൻ്റെ കല്യാണത്തിന് മുന്നേ തൊട്ടിട്ടുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെയാണിത്. കല്യാണത്തിന് മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, ഒരു 3 എണ്ണത്തിൻ്റെ സെറ്റ്. ഞാനത് ചെയിനാണ് മേടിച്ചതാണ്, അതിനുള്ളായിരുന്നു. പിന്നെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള വലിയ വലിയ ഇയറിങ്സ് ആണ് കേട്ടോ. ഏറ്റവും വലുതായിട്ടുള്ള ഇയറിങ്സ്, അതായത് ആ ഒരു ചെറിയ ബോക്സിൽ കൊള്ളാത്തത് ഞാൻ സെപ്പറേറ്റ് ഇതുപോലെ ഒരു പൗച്ചിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കൂടുതൽ ഓക്സിഡൈസ്ഡ് ഇയറിങ്സ്. ഇതൊക്കെ അടുത്തൊന്നും വാങ്ങിച്ചൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഞാനിങ്ങനെ ഇയറിങ്സ് എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ഓരോ പാക്കറ്റിൽ, ഓരോ ഇയറിങ്സ് സെപ്പറേറ്റ് പാക്കറ്റിൽ ഇട്ട് വെക്കുക. അത് ഇതുപോലത്തെ സിപ്ലോ കവറിലിട്ടിട്ടാണ് ഞാനെല്ലാം സൂക്ഷിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കേടാവില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പം വലിയ വലിയ ഇയറിങ്സ് എല്ലാം ഞാൻ ഈ ഒരു പൗച്ചിലിട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ എൻ്റെ ചെറിയ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ചെറിയ സ്റ്റഡ്സ് ആണ്, അതുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നോസ് പിൻസ് ആണ്, സിൽവർ നോസ് പിൻസ് ആണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്, റൂം കളക്ഷനിൽ നിന്ന്. ഇപ്പം ഞാൻ വാങ്ങിക്കാറില്ല, പണ്ട് ഒരിടയ്ക്ക് ഞാൻ സ്ഥിരം വാങ്ങിക്കുമായിരുന്നു. കല്യാണത്തിന് മുന്നേ തൊട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്യാം, ഇപ്പോഴും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതാണ് അവരുടെ ലോഗോ, ഞാൻ പേജ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ ബാക്കിയുള്ള എൻ്റെ ഇയറിങ്സ്. ഇതിനകത്ത് ഒരുപാട് പാർട്ടി വെയർ, നമുക്ക്
പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒത്തിരി ഇയറിങ്സും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഹൂപ്സും കാര്യങ്ങളും ഒത്തിരി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇയറിങ്സ് കളക്ഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻസ്. അടുത്ത ഡ്രോയറിൽ വന്നിട്ട് അതിൽ തന്നെ 2 തട്ടായിട്ടാണ് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് എക്സ്ട്രാ കോമ്പ് കാര്യങ്ങൾ, ബ്രഷ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ നെയിൽ പോളിഷ് റിമൂവേഴ്സ്, പിന്നെ കുറച്ച് നൂല് കാര്യങ്ങൾ, അതൊക്കെയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് അതിനുള്ളിൽ. പിന്നെ എൻ്റെ സ്കിൻ ഇച്ചിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിൽ പെട്ടെന്ന് പിമ്പിൾസ് വരാറുണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാണ്, നാട്ടിൽ കിട്ടുള്ളൂ ക്ലീമിൻ സ്കിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പം അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷ് ക്ലീൻ ആൻഡ് കെയറിൻ്റെ ഫേസ് വാഷ് ഇവിടെ കിട്ടും, പക്ഷേ ഈ ഒരു ഫോമിങ് ഫേസ് വാഷ് ഇവിടെ കിട്ടത്തില്ല. അപ്പം അതും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് സ്പോഞ്ചും കാര്യങ്ങളാണ്. അത് ഇതുപോലെ തന്നെ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേറെ എൻ്റെ വീട്ടിൻ്റെ വാക്സ് സ്ട്രിപ്സാണ്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവർ ഒരു ബ്ലേഡ് ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. വേറെ ഉള്ളതൊക്കെ ഈ ഒരു ബോക്സിൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നപ്പോൾ പഴയതുണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുള്ള നെക്ലേസും കാര്യങ്ങളും. പിന്നെ ഞാൻ കൂടുതലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള നെക്ലേസും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഇയറിങ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊരു VP സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ചോക്കർ സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ സെപ്പറേറ്റ് കവറിൽ തന്നെ ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, കറുത്ത് പോവോ അല്ലെങ്കിൽ കളറ് മങ്ങോ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോ ഡ്രോയേഴ്സും ക്ലീൻ ചെയ്തിട്ട് എല്ലാം അതുപോലെ തന്നെ ഒന്നുകൂടെ നന്നായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഡ്രോയറിൽ വന്നിട്ട് എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും, ചാർജറും മൈക്കും, പിന്നെ എൻ്റെ ഫോൺ കേസസും, അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഹോൾഡറും, പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സും, ഓരോന്നിൻ്റെയും ചാർജർ, മൈക്കിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചാർജർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ കേസസ് അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ബാഗ് വന്നിട്ട് നമ്മളിതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും മേക്കപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. വേറൊരു ഈ ഒരു കവറിനുള്ളിൽ മെയിനായിട്ട് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ യൂസ് ചെയ്യുന്ന ക്യാപ്സും അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ കൂട്ടി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം വെച്ച് അപ്പോൾ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് മൊത്തത്തിൽ ഡ്രസ്സിങ് ടേബിൾ മൊത്തം മിററും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലുള്ള ചെറിയ ചെറിയ ഒരു 3 തട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് ഇതുപോലൊരു ബാസ്ക്കറ്റ്, ഇത് ഞാൻ അൾട്രോനാക്കിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ കോംസ് എല്ലാം ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെർഫ്യൂംസ് അതും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അൾട്രോനാക്കിൽ തന്നെ വാങ്ങിയതാണ്, ചെറിയൊരു ജഗ് പോലെ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്രീമും ഫേസ് ക്രീമും ഹെയർ ക്രീമും അതുകൂടെ ആ ഒരു തട്ടിൽ വെച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് തട്ടിൽ എൻ്റെ ഫേസ് ടോണറും ഹെയർ സെറം, എൻ്റെ സ്കിൻ കെയർ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് മാത്രം, അത്യാവശ്യം ഉള്ളത് മാത്രം ഞാൻ അവിടെ ലാസ്റ്റ് ആ ഒരു തട്ടിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ, ഈശോൻ്റെ രൂപമുള്ളത്. അപ്പം അത് ഒരു കുറച്ച് വർഷമായതാണ്. അപ്പം അതും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് മിററിനോട് ചേർത്തിട്ട്. അപ്പം ക്യാൻഡിൽ കത്തിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത, കുറേ ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതിൽ ഞാനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് അതുകൂടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലെ കോർണറിൽ ഇത് കൂട്ട് ഒരു ഫ്ലവർ വേസും കൂടെ വെക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ അയക്കിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിക്കോട്ടെ എന്ന് കരുതി എൻ്റെ കയ്യിൽ ഒരു സീരിയൽ ലൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് ജസ്റ്റ് ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെയും അതുപോലെ എല്ലാ സൈഡിൽ കൂടെയും കോർണറിൽ കൂടെയൊക്കെ ഒന്ന് ചുറ്റിച്ച് അതുകൂടെ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും, പുതുതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.